ഇപ്പോൾ ഈ RS ഭയങ്കര സ്മൂത്തായിട്ടോ, മാത്രമല്ല സ്ലിപ്പറൊക്കെ കൂടിയുണ്ട്. കണ്ട അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ആയിട്ട് കൂടി റിയർ വീൽ ലോക്കിംഗ് ഇല്ല. ഇപ്പോഴും ഇൻ 2024 സ്റ്റിൽ ഇനഫ് പവർ കിട്ടുന്ന വണ്ടി. ഞാൻ ആദ്യം വിചാരിച്ച പവർ ഡ്രോപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ സ്റ്റിൽ ഇനഫ് പവർ ഉണ്ട്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ ബജാജ് പൾസർ RS 200 2024 മോഡലാണ്. കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയേഴ്സ് എന്തൊക്കെ ചേഞ്ചസാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ആ രണ്ട് പ്രൊജക്ടർ നോക്കുക, ലോ ബീം ഹൈ ബീം പ്രൊജക്ടർ ഹെഡ് ലാംപ്സാണ് കൊടുത്തേക്ക്. DRS സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എനർജിക്ക ഈഗോ എന്നുള്ള ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് കമ്പനിയുണ്ട്. അതിൻ്റെ പോലെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട് നോക്ക്, എന്ത് ഹാപ്പി ആയിട്ടുള്ള ഫ്രണ്ട് എൻ്റെ അല്ലേ. എപ്പോഴും ഈ ഫ്രണ്ട് സെക്ഷൻ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ആ കണ്ണുകൾ പോലെയായിട്ട് കാണുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ അപ്പോൾ സിമിലർ ആയിട്ടുള്ള KTMൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് നോക്കണേ. പിന്നെ മഡ് ഗാർഡിലൊക്കെ കുറച്ച് കാം ഫൈബർ ടെക്സ്ചറൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 17-inch അലോയാണ് വിത്ത് MRF സാപ്പർ ടയേഴ്സ് ആണ്. 100 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഡിസ്കൊക്കെ 300mm ഡിസ്ക് റോട്ടർ കൊടുത്തത് വിത്ത് ഡുവൽ ചാനൽ ABS. ഫ്രണ്ടിൽ ABS ഉണ്ട്, റിയറിലും ABS കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ആക്സിൽ ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് കൊടുത്തത്. കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് പെർഫോമൻസ്, ഭയങ്കര സ്മൂത്ത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. പിന്നെ ബജാജിൻ്റെ ഫസ്റ്റ് ഫുള്ളി ഫെയർഡ് മോട്ടോർ സൈക്കിളും RS 200. അതിൻ്റെ കുറേ ഓവർ ഡൺ ചെയ്ത ഒരു ഫെയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. പേഴ്സണലി എനിക്ക് പറയട്ടെ, എനിക്ക് പണ്ടത് ഇഷ്ടമാണ്, പക്ഷേ കണ്ട് എനിക്കിപ്പോൾ RS 200 ഭയങ്കര ഇഷ്ടമാണ്. അത് ഡിഫറെൻറ്റാണ്. നമുക്ക് ആദ്യം ഞാൻ വിചാരിച്ചു ഇതെന്താ ഭയങ്കര ഓവർ ഡൺ ആയിട്ടുള്ള NS ആണ് എന്ന് വിചാരിച്ചിരുന്ന ഞാൻ. പിന്നെ കണ്ട് സ്ഥിരം കണ്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ വണ്ടി എടുത്ത് ഞാൻ സ്ഥിരം കണ്ട് ഓവർ ദ ഇയേഴ്സ് ഈ വണ്ടി വന്നിരിക്കുന്ന ചേഞ്ചസും സാധനങ്ങളൊക്കെ വന്ന് ഓടിച്ച് ഡെയിലി കണ്ട് ഈ വണ്ടി ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫേക്ക് വെൻസ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്ത് കുറച്ചും കൂടി മിനിമലിസ്റ്റിക് ആക്കിയിട്ട് ഇറക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ, ഇൻ മൈ ഒപ്പീനിയൻ മച്ച് ബെറ്റർ ആയിരുന്നു. പക്ഷേ കുറേ പേരൊക്കെ ഇതിൻ്റെ ഡൈ ഹാർഡ് ഫാൻസ് ആയിട്ട് ഈ ഡിസൈൻ, ഈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണെങ്കിൽ, ഈ സൈഡ് ഫെയറിംഗ് ആണെങ്കിൽ, ഈ ഫുൾ കിഡിൻ്റെ ഹാർഡ് കോർ ഫാൻസ് ആണ് കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനാണ് കേട്ടോ. 199.5cc ലിക്വിഡ് കൂൾ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ. ആ DTSI കൊടുത്ത ഡിജിറ്റൽ ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ് ഇഗ്നിഷനാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ ഹെഡിൽ കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പും വത്താപ്പൊക്കെ കൊടുത്തത്. മേക്കിംഗ് 24.5 ഹോഴ്സ് പവർ 18.7 Nm ഓഫ് ടോർക്ക് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. 0 to 100 ഏകദേശം 10 സെക്കൻഡ്സിലായിട്ട് ഈ മോട്ടോർ സൈക്കിൾ അച്ചീവ് ചെയ്യുന്നത്. പിന്നെ NS വെച്ച് നോക്കുമ്പോഴേക്ക് വീൽ ബേസ് കുറച്ചുകൂടി ഷോർട്ടാക്കി ഇതിൻ്റെ റേക്ക് ആംഗിൾ ഷാർപ്പ് ആക്കിയിട്ട്, അതുകൊണ്ട് കുറച്ചുകൂടി വീൽ ബേസ് ഷോർട്ടാക്കുമ്പോൾ വേണ്ടി സിറ്റിയിലൊക്കെ കുറച്ചുകൂടി അക്രമം കാണിക്കാൻ പറ്റും. ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടി അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ബോഡി പാർട്സും കുറേ സാധനമൊക്കെ ആയതുകൊണ്ട് NSനെക്കാട്ടി കുറച്ച് വെയിറ്റും കൂടുതൽ, ഏകദേശം 165 kg ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ പണ്ട് മുതലേ എനിക്ക് RS 200 ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എക്സോസ്റ്റ് നോട്ടോ. ഹൈ റവ് എത്തുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു എക്സോസ്റ്റ് നോട്ട്. പിന്നെ ആ മഫ്ലറിൻ്റെ എക്സോസ്റ്റ് കുറച്ചൊന്ന് പ്രൊട്രൂഡിങ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പണ്ടേ പോലെ ഐക്കോണിക് ആയിട്ടുള്ള മഫ്ലർ സിസ്റ്റം ഉണ്ട് RSൻ്റെ, ഒരു പ്രത്യേക എക്സോസ്റ്റ് നോട്ട്. അത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇയറിൽ ABS ഡുവൽ ചാനൽ ABS സിസ്റ്റം കൊടുത്തേക്കുക. ബാക്കിൽ 132 ടയറാണ് കൊടുത്തത്. ഫസ്റ്റ് വണ്ടി ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ടയേഴ്സിന് അധികം ഗ്രിപ്പ് ഒന്നുണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ MRF സാപ്പർ S ടയേഴ്സ്, മച്ച് മോർ ഗ്രിപ്പ്, മച്ച് മോർ കോൺഫിഡൻസ്, മച്ച് ഇംപ്രൂവ്ഡ് ബ്രേക്കിംഗ് ആയിട്ട് ഓഫർ ചെയ്യുന്നത്. പിന്നെ റിയറിത്ത ആ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പിന്നെ ഗ്യാസ് കാനിസ്റ്റർ ഉള്ള ടൈപ്പ് എൻഡ്യൂറൻസിൻ്റെ മോണോഷോക്കാണ് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല 230mm ഡിസ്ക് റോട്ടറായിട്ട് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ഫീഡ്ബാക്കുള്ള സ്മൂത്ത് പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എക്സോസ്റ്റ് അടിക്കൂടി റൂട്ട് ചെയ്ത് 157mm ആട്ടോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തേക്ക്. പക്ഷേ വലിയ ഹമ്പക്കരുമ്പോൾ ചെറുതായിട്ട് ആ എക്സോസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്യും കേട്ടോ. പിന്നെ RS 200 ഐക്കോണിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടെയിൽ സെക്ഷൻ ആയിരുന്നു. അതിൻ്റെ ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ സിസ്റ്റം. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടം. ആൻഡ് പേഴ്സണലി ഞാൻ ഇതിൻ്റെ ഹ്യൂജ് ഫാനിൽ ഇതെല്ലാം റിമൂവ് ചെയ്തെടുത്ത് ടെയിലൊക്കെ ഷാർപ്പാക്കി എടുത്താൽ മിനിമലിസ്റ്റൊക്കെ ചെയ്താൽ മച്ച് ബെറ്റർ ലുക്കിംഗ് ആവട്ടോ. പിന്നെ കമ്പയർഡ് ടു ദ NS 200 വന്നിരിക്കുന്ന ചേഞ്ച് ഇതിൽ 13 ലിറ്റർ ടാങ്ക് ആട്ടോ. പണ്ട് മുതലേ 13 ലിറ്റർ ടാങ്കാണ് കൊടുത്തേക്ക്. കുറച്ചും കൂടി ഫ്യൂൽ റേഞ്ച്, സ്പോർട്ട് ടൂറിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കിലോമീറ്റർ ക്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് ബിഗ്ഗർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നോക്കുക, ആ ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുക. ഇപ്പോഴത്തെ എല്ലാ ബജാജ് മോട്ടോർ സൈക്കിളും മാറിയിട്ട് പുതിയ വരാൻ പോകുന്ന ഒരു RSൻ്റെ അതിനിത് മാറും കേട്ടോ. അതിന് മുമ്പുള്ള മോഡലാണ് ആ ഡിജിറ്റൽ ആനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തത്. ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ടാക്കോമീറ്റർ, ബ്യൂട്ടിഫുൾ ടാക്കോമീറ്റർ. 10,200 RPM വരെയാണ് ഇതിൻ്റെ റെവ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അത് കാണാൻ പറ്റുക. കറക്റ്റ് ഇവിടെ പോയിട്ട് കട്ട് ഓഫ് അടിച്ച് കാണാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന ചെയ്യുന്നത് ഇതിലൊരു സ്ലിപ്പർ ക്ലച്ച് കൂടി കൊടുത്തിട്ട് ഇതിൻ്റെ ക്ലച്ച് ലൈറ്റർ ആക്കിയിട്ട് മാത്രമല്ല അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ വീൽ ലോക്കിംഗ് പേടിക്കുന്നത്. സേഫ്റ്റി കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി. പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സ് നോക്കിയിട്ട് ഓവർ ദേ സിമിലർ ക്വാളിറ്റിയിൽ നിന്നും വലിയ ചേഞ്ച് തന്നെ ബാക്ക് ലിറ്റ്, ആ ബ്ലൂ ബ്ലാക്ക് ലിറ്റ് ആയിട്ടുള്ള സ്വിച്ച് ക്യൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ പാർട്ട്, ആ LCD പാർട്ട് ഡിസ്പ്ലേ ഒരു ബ്ലൂ ബാക്ക് ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് നോക്കി, ഞാൻ 5'8", എൻ്റെ സീറ്റ് ആയിട്ട് 8 എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ വെയിറ്റ് വരുന്ന 165 kg ആണ് കേട്ടോ. RC 200 RM5 വെച്ചോ കുറച്ച് വെയിറ്റ് പോകാം. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന പവർ, ഇത് വരുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോഴേക്ക് ഇത് കുഴപ്പമില്ലാത്ത ഡീലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സ് ഒന്നും കൂടി നോക്കാം. ഇത് നോക്കി ഞാൻ ഇത് അപ്രൈറ്റ് ആയിട്ട്
ഫ്രണ്ട് കുറച്ച് ലീൻ ചെയ്തിരിക്കും. എൻ്റെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് കൊടുത്ത്, പക്ഷേ അത് പൊക്കിയാണ് വെച്ചേക്കുക. സാധാരണ RC20 ഇവിടെ വരുന്ന ഇത് കുറച്ചുകൂടി പൊക്കിയാണ് വെച്ചേക്കുക. അപ്പോൾ കംഫർട്ടബിളായി ടൂർ ചെയ്യാൻ സിറ്റിയിലൊക്കെ ഓടിക്കാനാണെങ്കിൽ അടിപൊളിയായിട്ട് പോയി. ഫുഡ് പേ കണ്ടില്ല, NS200 വെച്ചാൽ കുറച്ചും കൂടി ബാക്കിലോട്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്, എന്നാലും കംഫർട്ടബിളി ആയിട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ ടാങ്ക് ഷേപ്പ് വയ്ക്കുന്ന രീതി നോക്കുക, നമുക്ക് മുട്ടൊക്കെ ലോക്ക് ചെയ്തൊക്കെ കുറച്ചും കൂടി ടോളർ റൈഡർ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ടാക്കാൻ പറ്റും. നിങ്ങൾ അബവ് 6 feet ഒക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് കാല് കണ്ട കുറച്ചൊന്ന് വൈഡാക്കി ഓപ്പൺ ആക്കി ഇങ്ങനെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർലി ടാങ്ക് ഗ്രിപ്പ് ചെയ്യാൻ ബ്രേക്കിംഗ് സമയത്തൊക്കെ കണ്ട് ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് നോക്കാൻ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയില്ല. അപ്പോൾ നിങ്ങൾ മോട്ടോർ സൈക്കിൾസൊക്കെ ചൂസ് ചെയ്യുക, എപ്പോഴും ഇരുന്ന് നോക്കുക, ഫീൽ ചെയ്ത് നോക്കുക, റൈഡ് ചെയ്ത് നോക്കുക, ബ്രേക്ക് പിടിക്കുക, കാല് പ്രോപ്പർലി ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു മോട്ടോർ സൈക്കിൾ എടുക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ ഇവിടെ ടാങ്കിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇത് ടാങ്ക് ഗ്രിപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഹാർഡായിട്ട് ഗ്രിപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ബെറ്റർ കോൺഫിഡൻസും കൂടി പ്രൊവൈഡ് ചെയ്യും കേട്ടോ ബ്രേക്കിംഗ് സമയത്തൊക്കെ. കൊള്ളാട്ടോ വണ്ടി. അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് ഇത് ഓഫർ ചെയ്യുന്ന പവറും ഫീച്ചറൊക്കെ വേറെ ലെവലാണ്. എൻ്റെ എക്സോസ്റ്റോട് കൂടി ഞാൻ കേൾപ്പിച്ചാൽ കേട്ടോ. എന്ത് റിഫൈൻഡ് എഞ്ചിനായാലും പണ്ടത്തെ വൈബ്രേഷൻ ഹാർഷ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് ആ എക്സോസ്റ്റോട്ട് കൊള്ളാട്ടോ. കൊള്ളാല്ലേ. പിന്നെ എൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.74 lakhs എക്സ്ഷോറൂം കൊച്ചിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? ഇനി നമുക്കൊരു റൈഡ് പോവാം. ഈ മിറേഴ്സിനും അധികം വിസിബിലിറ്റി ഇല്ലട്ടാ, ജസ്റ്റ് പേരിന് വേണ്ടിയൊക്കെ കൂടുതൽ നമ്മുടെ ഷോൾഡേഴ്സ് എൽബോസൊക്കെയാണ് ഈ മിറേഴ്സിൽ കാണും. ഈ മിറേഴ്സ് മടക്കിയും വെക്കാൻ പറ്റില്ലെന്ന് കണ്ടാ, മടക്കി വെക്കാം. ഉള്ളോട്ട് മടക്കി വെക്കാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഉള്ളോട്ടൊന്നും മടക്കി വെക്കാൻ പറ്റില്ല. പണ്ട് മുതൽ അങ്ങനെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. ഫസ്റ്റ് ജനറേഷൻ NSലും RSലൊക്കെ വന്ന സിമിലർ ടൈപ്പ് വിത്ത് ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ ഒന്നും വന്നിട്ടുണ്ട്. അത് മാത്രമേ ചേഞ്ച് വന്നുള്ളൂ. ഇത് കൈൻഡ് ഒരു വേരിയൻ്റ് അപ്ഡേറ്റ് കൊണ്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അപ്ഡേറ്റിൻ്റെ മീറ്റർ മാറ്റി പുതിയ മീറ്റർ വന്നേക്കണം ഒരു വേരിയൻറ്റ് കൂടിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ വേരിയൻ്റാണ്. പഴയ ആ റെട്രോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ആ ആനലോഗ് ഡിജിറ്റൽ ആയിട്ടുള്ള ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കേട്ടോ. അതെ, റബ് ചെയ്ത് വരുന്ന കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ എഞ്ചിനാണ്. 199.5 cc ലിക്വിഡ് കൂൾ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്. സെറ്റപ്പ് ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ് ആണ്. ഏകദേശം 24.5 ഹോഴ്സ് പവർ 18.7 Nm ഓഫ് ടോക്കാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ RS ഭയങ്കര സ്മൂത്തായിട്ടോ, മാത്രമല്ല സ്ലിപ്പർ കച്ച് കൂടിയുണ്ട്. കണ്ട അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ആയിട്ട് കൂടി റിയർ വീൽ ലോക്കിംഗ് ഇല്ല, സ്ലിപ്പർ കച്ച് ലൈറ്റ് ക്ലച്ചാക്കി. സെറ്റപ്പ് കൊള്ളാം, ഭയങ്കര സ്മൂത്താണ്. ആകെ ഒരു 7000 RPM എത്തുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് വൈബ്രേഷൻ വരുന്ന. ഈ RSന് പണ്ടേ റെവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് ആ എഞ്ചിൻ. ആ ഡ്യൂക്ക് 200 വന്ന എഞ്ചിനാണ്, പിന്നെ NS200 വന്ന്, പിന്നെ RS200 വന്നിട്ട് 2015 ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ നെട്ടിപ്പോൾ അന്ന് ഞാൻ കാർബറേറ്റർ NS ഓടിച്ചിട്ട് BS3 ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ ഇത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയതുകൊണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു പവർ ഡെലിവറി. ഭയങ്കര സ്മൂത്ത് ക്രിസ്പായിട്ടുള്ള പവർ ഡെലിവറി. ഈ വണ്ടിക്ക് റെവ് ചെയ്ത് കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മാത്രമല്ല ഇത് NS200 വീൽ ബേസ് ഷോർട്ടറാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എർഗണോമിക്സ് ഉണ്ടല്ലേ, ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ ക്ലിപ്പ് ഓൺ റേസ്ഡ് ക്ലിപ്പാണ്, പൊക്കി വെച്ചാൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ. കുറച്ച് ഞാൻ ഫ്രണ്ടോട്ട് ലീൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും കുത്തിക്കൊണ്ടുപോകാനാണെങ്കിലും ഡയറക്ഷനൊക്കെ മാറ്റാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ RS200. ഒരു സ്ട്രെയിനും ഇല്ല. ആ ഗിയർ ബോക്സ് തന്നെ കൊള്ളാം. ഇപ്പോൾ ഒരു ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്ററൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സസ്പെൻഷൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ NS പോലെ സിമിലർ സസ്പെൻഷൻ കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ട്വീക്ക് ചെയ്തേക്കാണ്, കുറച്ചും കൂടി സ്പോർട്ടി, കുറച്ചും കൂടി കോർണറിങ് ഹാൻഡ്ലിങ്ങിന് വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്വീക്ക് ചെയ്തേക്കാണ്. ഞാൻ ബജാജ് ഫാക്ടറി പോയപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഇതിൻ്റെ സ്പ്രിംഗ് റേറ്റ് NS വെച്ച് കുറച്ചുകൂടി എന്താ പറയുക സ്റ്റിഫർ ആക്കി എന്നാണ് പറയുന്നത്. പ്രോഗ്രസീവ് സ്പ്രിംഗ് തന്നെ, പക്ഷേ കുറച്ചും കൂടി സ്റ്റിഫർ ആക്കി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അക്രമം കാണിക്കുക, കുറച്ചൊക്കെ കോർണർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ, കുറച്ച് സ്പോർട്ടി റൈഡിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ഫീഡ്ബാക്ക് തരും. ടയേഴ്സ് ഇമ്പ്രൂവ് ആയി. ആദ്യമേ വന്ന ടയേഴ്സ് അത്രമാത്രം ഗ്രിപ്പിംഗ് ആയില്ല, ഇപ്പോൾ ആ ടയേഴ്സ് ഇമ്പ്രൂവ് ആയി. അപ്സൈഡ് ഡൗൺ ഫോർക്കൊന്നും വന്നിട്ടില്ല, നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഈ കേരള റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ ഓടിക്കാൻ അടിപൊളി കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓൾ ഡേ എവറി ഡേ ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എന്ത് കംഫർട്ടബിൾ വണ്ടിയാണ്, സ്പോർട്ടിയാണ് യെറ്റ് കംഫർട്ടബിൾ. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് റെവ് ചെയ്യാൻ ഇഷ്ടമാണ്. കണ്ട 6000 RPM പവർ, മിഡ് റേഞ്ച് ആ 7000 RPM എത്തുമ്പോഴാണ് ആ പവർ പീക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ആ പഞ്ച് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റ് ജനറേഷൻ ആ BS3 അത്രമാത്രം റോനെസ് ഇല്ല, ഇപ്പോൾ ഭയങ്കര സ്മൂത്ത് എഞ്ചിനായി. യാതൊരു ഹീറ്റിംഗ് ഇല്ല, ട്രാഫിക്കില്ല. ഹെവി ട്രാഫിക്കിൽ ഓടിച്ചിട്ടും യാതൊരു ഹീറ്റിംഗ് ഇല്ല കേട്ടോ വണ്ടിക്ക്. റെവ് ലിമിറ്റ് ഹിറ്റ് ചെയ്ത് സ്ലിപ്പർ കച്ച് കൊള്ളാട്ടോ. പണ്ടേ സ്ലിപ്പർ കച്ച് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിന്. എനിക്ക് പഴയ മെമ്മറീസൊക്കെ വരുവാണ്ട്. ആ 2015 ഞാൻ ആദ്യമായിട്ട് RS ഓടിക്കുമ്പോൾ 2014 വണ്ടി ലോഞ്ച് ചെയ്യുന്ന, 2015 ഞാൻ ഓടിക്കുന്നത്. ഓക്കെ ആ എക്സോസ്റ്റ് ഒക്കെ പണ്ട് NSനെക്കാട്ടി ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്നാണ് എൻ്റെ എക്സോസ്റ്റ് ഔട്ടായിരുന്നു കേട്ടോ. അത് കേൾക്കാൻ പറ്റും. ആ റെവ് ചെയ്ത് പീക്കായിട്ട് റെവ് ചെയ്യുന്ന ആ എക്സോസ്റ്റ് ഔട്ടായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ
ആ മിറേഴ്സൊന്നും അധികം വിസിബിലിറ്റി സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സീറ്റ് മൊസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോർട്ടിയാണ് കേട്ടോ. കംഫർട്ടബിൾ യെറ്റ് സ്പോർട്ടിയാണ്. പിന്നെ നമുക്ക് ടാങ്ക് കണ്ട ഹഗ് ചെയ്യുന്ന രീതി കണ്ടില്ലേ, നല്ലൊരു കോൺഫിഡൻസ് ഇൻസ്പയറിങ് ആണ് കേട്ടോ. കൊള്ളാം. നമ്മുടെ ബജാജിൻ്റെ ആദ്യത്തെ ഫുള്ളി ഫെയർ സ്പോർട്ട് ബൈക്കാണ് RS200. കൊള്ളാം. ഇപ്പോഴും ഇൻ 2024 സ്റ്റിൽ ഇനഫ് പവർ കിട്ടുന്ന വണ്ടി. ഞാൻ ആദ്യം വിചാരിച്ച പവർ ഡ്രോപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ സ്റ്റിൽ ഇനഫ് പവർ ഉണ്ട്. നമുക്ക് എന്തിനും ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും സിറ്റി യൂസിലാണെങ്കിലും അടിപൊളിയായിട്ട്. അധികം ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട. RC200 പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ആ ലോ ഡൗൺ പവർ ഭയങ്കര കുറവാണ്. RC200 ഗിയർ ബോക്സാണ്, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഗിയർ മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് കണ്ടില്ല, നമ്മൾ 5th ഗിയറിലൊക്കെ ചില്ല് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. എവറിഡേ പ്രാക്ടിക്കൽ മോട്ടോർ സൈക്കിളായിട്ടാണ് ബജാജ് ഈ RS200 ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്പോർട്ടി ആണെങ്കിലും അക്രമം കാണിക്കാനുള്ള ഒരു വണ്ടിയായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അന്നത്തെ ടൈം RC200 ആക്സലേഷൻ ഫാസ്റ്റ് ആയിരുന്നു. 0 to 100 ഏകദേശം 110 സെക്കൻഡ്സിലായിരുന്നു RC200 അച്ചീവ് ചെയ്യുന്നത്. ക്ലോസ് ടു 9 ആയിരുന്നു. ഇത് ഏകദേശം ഒരു 0.3 സെക്കൻഡ്സ് ലോവർ ആയിരുന്നു. അത് അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടോപ്പ് എൻഡിൽ ഇവനെ പിടിക്കാൻ കിട്ടില്ലായിരുന്നു. അത്ര സീനായിരുന്നു. ടോപ്പ് സ്പീഡ് ഏകദേശം 150 km/h അടിക്കുന്ന ഒരു വണ്ടിയായിരുന്നു. ചിലവരുടെ സ്പീഡും ഇൻഡിക്കേറ്റർ 167 ഒക്കെ കാണിക്കും. പക്ഷേ ട്രൂ സ്പീഡ് ഏകദേശം 145 ഒക്കെ ആയിരുന്നു ട്രൂ സ്പീഡ് കേട്ടോ. സെറ്റപ്പ് വണ്ടിയായത്. ഭയങ്കര ടോപ്പ് എൻഡ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ആൾക്കാർ ടോപ്പ് എൻഡ് 150 km/h പോയിക്കൊണ്ടിരുന്ന വണ്ടി ഇതായിരുന്നു. അന്നത്തെ ടൈം RC200 ആയിരുന്നു ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് R15 V3 എത്തിയിരിക്കുന്നത്. അതായിരുന്നു സെഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ കേട്ടോ. അത് ലുക്സ് ആണെങ്കിലും ഫ്യൂൽ എക്കോണമി ആണെങ്കിലും ഹാൻഡ്ലിംഗ് ആയിരുന്നു. ഇത്രമാത്രം കംഫർട്ടില്ല. RS200 കംഫർട്ടബിൾ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് കംഫർട്ടബിളാണ്. സിറ്റിയിലാണെങ്കിൽ ഒരു നേക്കഡ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ കംഫർട്ടാണ്. എന്നാൽ ഒരു സ്പോർട്ടി പൊസിഷൻ ഫീലിംഗ് കിട്ടും കേട്ടോ. നമുക്ക് കുറച്ചൊരു കമ്മിറ്റ് കുറച്ചൊന്ന് ആ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടും. പക്ഷെ എന്നാലും ഇത് നന്നായി ടൂർ ചെയ്യാൻ പറ്റും. 30 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയെ കൊടുത്ത് പണ്ടത്തെ RC200 അത്ര മാത്രം എന്താ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇല്ല. 10 റേഞ്ച് ഇട്ടാൽ 9.5 ലിറ്റർ ടാങ്ക് എന്തുണ്ടായിരുന്നു RC200. പക്ഷേ ഇത് വെച്ച് നിങ്ങൾക്ക് ടൂറിങ്ങും ചെയ്യാം, സിറ്റിയും ചെയ്യാം, ഇടയ്ക്ക് അക്രമം കാണിക്കാൻ ടോപ്പ് എൻഡ് അടിക്കായിരുന്നു. അതായിരുന്നു ഇവൻ്റെ ഹൈൽ. നല്ല മൈലേജും കിട്ടുമായിരുന്നു. 40 km/ലിറ്ററും കിട്ടുമായിരുന്നു കേട്ടോ. ഇതങ്ങനെ പ്യുവർ സ്പോർട്ട് ബൈക്ക്, ട്രാക്ക് ബൈക്ക് എന്ന് പറയും. ഞാൻ ട്രാക്കിൽ ഓടിച്ച വണ്ടിയാണ്. കുഴപ്പമില്ല, ഓടിക്കാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ നല്ല RC200 മച്ച് ബെറ്റർ, അതിനെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു R15 V3 കേട്ടോ. ശരിക്കും ഈ RS200 കോമ്പീറ്റ് ചെയ്ത കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആക്കാരായിരുന്നു. എന്നിട്ട് പിടിച്ചത് കേട്ടോ. ആ ടോപ്പ് എൻഡിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ മിക്കവരും ഇത് റേസ് ടൈം കൊണ്ട് ഓടിക്കില്ലല്ലോ. എല്ലാവരും എവിടെ അക്രമം കാണിച്ചത്, റോഡിലാണ് അക്രമം കാണിച്ചത്. അത് ബജാജ് തന്നെ പണ്ട് പറഞ്ഞൊരു കോട്ടുണ്ട്. അതെന്തായത് ലീവ് ദ ട്രാക്ക് ഫോർ ദ അമച്ചേഴ്സ് എന്ന്. എന്ത് സീനാന്ന് നോക്കുന്നത്. മാനുഫാക്ചർ അങ്ങനെ പറയണമെങ്കിലുള്ള ലെവൽ ആലോചിച്ച് നോക്ക്. പണ്ടേ ബജാജ് അവിടെ ടാഗ് ലൈൻസിൽ അക്രമം ചെയ്യുന്നു. ഡെഫിനറ്റ്ലി മെയിൽ അതൊക്കെ ഇപ്പോൾ മാറ്റി ഡെഫിനറ്റ്ലി ഡെയറിംഗ് ഒക്കെ ഓവർ ദ ഇയേഴ്സ് അവർ കുറച്ചുകൂടി ടോൺ ഡൗൺ ഒക്കെ ചെയ്ത് അക്രമം ആ മാർക്കറ്റിംഗ് ഒക്കെ മാറ്റി. പക്ഷെ എന്നാലും ഈ RS200 സംതിങ് സ്പെഷ്യലാണ്. അത് നിങ്ങൾ ഓടിച്ചു പഴയ ആൾക്കാരൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഇപ്പോഴാണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ ഇറ്റ്സ് വെരി സ്മൂത്ത്, വെരി റിഫൈൻഡായി, മച്ച് മോർ ലിവബിളായി. ആ വൈബ്രേഷനൊക്കെ പോയി, ആ ഫെയറിങ്ങിൻ്റെ ബോഡി പാർട്ട് വൈബ്രേഷൻ കുറഞ്ഞ്, കംപ്ലീറ്റ്ലി പോയെന്ന് പറയില്ല, കുറഞ്ഞ്. എന്നിട്ട് ആ 7000 അവർ കുറച്ചൊരു വൈബ്രേഷൻ അത് മാത്രമേ ഉള്ളൂ. അത് സിംഗിൾ സിലിണ്ടേഴ്സിൽ എല്ലാത്തിലുള്ള. പക്ഷേ ഇപ്പോൾ ഈ 200cc എഞ്ചിൻ കേട്ടോ ഭയങ്കര റിഫൈൻഡായി. ഭയങ്കര റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത്നെസ് ആയിട്ടുള്ളൊരു എഞ്ചിനായി. എല്ലാ ദിവസവും ഓടിക്കാൻ പറ്റുന്നൊരു എഞ്ചിനായിട്ടോ. പണ്ടൊക്കെയൊന്നും എല്ലാ ദിവസവും ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ ഭയങ്കര സ്ട്രെയിനായ എഞ്ചിൻ്റെ ഹാർഷ്നെസ് ഒക്കെ കേൾക്കാം. പക്ഷേ ഇപ്പോൾ നോക്കുക എന്ത് റിഫൈൻഡ് എഞ്ചിനായി. നിങ്ങൾക്ക് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആണെങ്കിൽ കണ്ട സെക്കൻഡ് ഗിയർ അധികം ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്ടൊക്കെ തന്നെ വേണമെങ്കിൽ ഞാൻ തേർഡ് ഗിയറിലിട്ടിട്ടാണെങ്കിൽ കണ്ട സിറ്റിയുടെ ഇടയിൽ കൂടിയൊക്കെ ഓടിക്കാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിളായി. പിന്നെ എൻ്റെ സീറ്റ് കേട്ടോ, സീറ്റ് കംഫർട്ടബിൾ സീറ്റാണ്. RS200 കമ്പയർ ടു RC200 R15 V3 ഒക്കെ വെച്ചാൽ കംഫർട്ടബിൾ സീറ്റ് RC200 കേട്ടോ. അതാണ് ബജാജിൻ്റെ അപ്രോച്ച് ചെയ്തത്. അവർക്ക് ഓൾറെഡി RC200 അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കംഫർട്ടബിൾ വേർഷൻ ഓഫ് ദ RC200 എവറി ഡേ ഒരു RC200 ആയിരുന്നു RS200 കേട്ടോ. പിന്നെ കമ്പയർ ടു ദ NS200 ഈ RS200 കുറച്ച് വെയിറ്റ് കൂടുതൽ, അതുകൊണ്ട് ആക്സേഷൻ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് സിറ്റിയിൽ കൂടുതൽ ഓടിക്കാൻ ഇഷ്ടം NS200 ആയിരുന്നു. പക്ഷേ ഇത് ഹൈവേസിൽ ഇതിന് കൂടുതൽ ടോപ്പ് എൻഡ് ആട്ടോ. കാരണം NS-നെക്കാളും 1 horse power കൂടുതൽ, ആ കാലത്ത് കൂടുതൽ, ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടോ. പക്ഷേ എന്നാലും ഈ RS200 കുറച്ചുകൂടി ബെറ്റർ വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടും. ഈ ചെറിയ വൈസറൊക്കെ ഉള്ളതുകൊണ്ട് ആ ടക്കിംഗ് പൊസിഷനിലാണെങ്കിൽ കുറച്ചൊക്കെ അക്രമം കാണിക്കാനാണെങ്കിൽ ടൂറിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോഴും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല റിലയബിൾ എഞ്ചിൻ, ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓവർ എത്ര വർഷം 2011 തൊട്ട് ബജാജ് ടെസ്റ്റ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. ഡ്യൂക്ക് 200 വന്നു, പിന്നെ NS200 വന്നു, RS200 വന്നു. ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് സ്ട്രോങ് കേട്ടോ. ഇപ്പോഴും കുറേ മെസ്സേജ് എനിക്ക് വരാണ്ട് RS200 എഞ്ചിൻസൊക്കെ 1,00,000+ കിലോമീറ്റേഴ്സൊക്കെ ആക്കാൻ ഓടിച്ചിട്ട് ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് സ്ട്രോങ് കേട്ടോ. എഞ്ചിൻ റീബിൽഡ് ഒന്നും ചെയ്യാണ്ട് ഇപ്പോഴും പോകുന്ന അടിപൊളി എഞ്ചിൻസ് കേട്ടോ. പിന്നെ സസ്പെൻഷൻ ആണെങ്കിൽ RC200 ആണെങ്കിലും R15 ആണെങ്കിൽ സ്റ്റിഫ് സസ്പെൻഷൻ ആയിരുന്നു. എവറി ഡേ ഓടിക്കുമ്പോഴൊക്കെ നടുവേദന കൈവേദനയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇത് നോക്ക് എന്ത് കംഫർട്ടബിൾ സസ്പെൻഷൻ. നമ്മുടെ റോഡിന് വേണ്ടി സ്പെഷ്യലി ഫൈൻ ട്യൂൺ ചെയ്ത NS-ൻ്റെ സെയിം സസ്പെൻഷൻ അല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി അതിൻ്റെ സ്പ്രിംഗ് റേറ്റ് സ്റ്റിഫറാക്കിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്രമം കാണിക്കാൻ കോർണർ ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻസ് ഇട്ടാം, പക്ഷേ എന്നാലും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ട് തരാൻ വേണ്ടിയുള്ള ഒരു ട്യൂണിങ് ആട്ടോ ബജാജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡുവൽ ചാനൽ ABS അത് നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്ക് കയറി പിടിക്കാൻ, റിയർ വീൽ ലോക്കിങ് ഫ്രണ്ട് വീൽ ലോക്കിങ് ഒന്നും പേടിക്കേണ്ട. പിന്നെ സ്ലിപ്പർ ക്ലച്ചും വന്നിട്ട് മച്ച് മോർ സേഫർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളായിട്ടോ. പിന്നെ ബ്രേക്കിംഗ് കേട്ടോ, പ്രോഗ്രസീവ് ബ്രേക്സ് ആണ് കൊടുത്തേ, കണ്ടില്ലേ? ഫ്രണ്ട് ആൻഡ് ഡൈവൊക്കെ കൺട്രോൾഡ്, പഴയ NS ബ്രേക്കിൽ ഫ്രണ്ട് ആൻഡ് ഡൈവൊക്കെ ഉണ്ട്, ഇത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത ബ്രേക്കിംഗ് ആയിട്ട് കൊടുത്തേ, മച്ച് മോർ ബിഗിനർ ഫ്രണ്ട്ലിയും കൂടി ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടോ കുറേ മെമ്മറീസ് ഫ്ലാഷ് ബാക്ക് ചെയ്യുന്നത്. 2014 ഇറങ്ങിയ മോട്ടോർ സൈക്കിളാണ്. 2015 ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നു. അന്ന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ NS200 കാട്ടി അന്ന് BS3 കാർബറേറ്റർ വേർഷൻ, ഭയങ്കര റോ, ഭയങ്കര അഗ്രസീവ്. അതിനെ കാട്ടി കുറച്ചുകൂടി റിഫൈൻ, കുറച്ചുകൂടി സ്മൂത്തർ ആയിട്ടുള്ള ത്രോട്ട് റെസ്പോൺസ് ആയിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞ് ഈ ഫ്യൂൽ ഇഞ്ചക്ടർ അത്ര സേഫ് അല്ല, പ്രശ്നങ്ങൾ വരും. അത് പറയാൻ കാരണം ഫസ്റ്റ് ജനറേഷൻ 220 വന്നിരിക്കുന്നത് ഫ്യൂൽ ഇഞ്ചക്ടർ, പിന്നെ അതിന് കുറച്ച് കംപ്ലൈൻറ്റ് ആണ്. മാനുഫാക്ചർ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടറിൽ നിന്ന് കാർബറേറ്ററിലോട്ട് തിരിച്ച് മാറേണ്ടതായിരുന്നു. അത് കാരണം കുറേ പേര് പറയാറുണ്ടായത്. അതുകൊണ്ട് കുറേ പേര് പറയുമായിരുന്നു ഫ്യൂൽ ഇഞ്ചക്ടർ അത്രമാത്രം റിലയബിൾ ആണ്. പക്ഷേ ഇപ്പോൾ നോക്കുക, ഓവർ 10 years ആയിട്ട് ഫ്യൂൽ ഇഞ്ചക്ടർ ഭയങ്കര റിലയബിൾ. ഇപ്പോഴും ആൾക്കാർ മോട്ടോർ സൈക്കിൾ ഓവർ 1 lakh kilometers ഒക്കെ ഓടിച്ചിട്ടുണ്ട്. സോ ഫ്യൂൽ ഇഞ്ചക്ടർ ഇൻഫാക്ട് റിലയബിൾ ആണ്. ഈ RS200 ഫസ്റ്റ് ജനറേഷൻ വണ്ടികൾക്ക് ഇപ്പോഴും 1 lakh+ kilometer ഓടുന്ന കുറേ വണ്ടികൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേര് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. സോ ഫ്യൂൽ ഇഞ്ചക്ടർ റിലയബിൾ ആണ്. അത് കുറേ പേര് ചോദിക്കാണ്ട് ഇപ്പോഴും റിലയബിൾ ആണ്. കാർബറേറ്റർ വണ്ടികളിലെ കുറച്ചുകൂടി റിലയബിൾ, അങ്ങനെയൊന്നുമല്ല. ഫ്യൂൽ ഇഞ്ചക്ടർ ഭയങ്കര റിലയബിൾ ആണ്. ത്രോട്ടിൽ റെസ്പോൺസ് മച്ച് മോർ സ്മൂത്തർ, ക്രിസ്പർ ആവും കേട്ടോ. അതായത് എപ്പോഴും എനിക്ക് RS200 ആ NS200 ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഭയങ്കര ക്രിസ്പായിട്ട് ത്രോട്ടിൽ റെസ്പോൺസ്. മാത്രം കൂടുതൽ ടോപ്പ് എൻഡ് പെർഫോമൻസ് ഇതായിരുന്നു ഓഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെറ്റപ്പ് വണ്ടിയാണ്. ഇപ്പോഴും അതേപോലെ ഭയങ്കര സ്മൂത്തായി, പഴയ ആ റാഷ്നസ്, ആ വൈബ്രേഷനൊക്കെ ഓവറോൾ കുറച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ. ഇപ്പോഴും ടെലിസ്കോപ്പിക് ഫോർക്കിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല, അപ്സൈഡ് ഒന്നും കൊടുത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പുതിയ വരാൻ പോകുന്ന മോഡലിന് ആ കണക്റ്റഡ് LCD ഡിസ്പ്ലേക്കും വരാൻ പോകുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇപ്പോഴും ഈ ആനലോഗ്, ആ ഡിജിറ്റൽ ആനലോഗ് ഡിസ്പ്ലേ ആണ് എപ്പോഴും എൻ്റെ ഫേവറേറ്റ്. ആ ടാക്കോമീറ്റർ റെവ് ചെയ്ത് കയറി വരാൻ, ആ 7000 RPM പുള്ളൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് RS200 ഓടിക്കുക കേട്ടോ. റെഡ് ലൈൻ ചെയ്ത് 10,200 10,000 RPM ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുക ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് RS200 എടുക്കാൻ, നല്ല ഒപ്പീനിയൻ ആണെന്ന് ചോദിച്ചാൽ, ഇൻ മൈ ഒപ്പീനിയൻ ഇസ് സ്റ്റിൽ എ ഗുഡ് മോട്ടോർ സൈക്കിൾ. ഇറ്റ്സ് കംഫർട്ടബിൾ, എവറി ഡേ യൂസ് ചെയ്യാനും പറ്റും, ടൂർ ചെയ്യാനും പറ്റും. വൺ മോട്ടോർ സൈക്കിൾ ഫോർ എവറിത്തിങ്. നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക, വീക്കെൻഡിൽ ട്രാവൽ ചെയ്യുക, സിറ്റിയിൽ ഓടിക്കാനാണെങ്കിലും വിത്ത് ഗുഡ് ഫ്യൂൽ എക്കോണമി, 40 to 45 kilometer to the liter കിട്ടുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്ന് 1.74 lakhs എക്സ്ഷോറും. അത് നിങ്ങൾക്ക് ഡുവൽ ചാനൽ ABSും കിട്ടുന്ന, അതിനൊപ്പം തന്നെ ഒരു സ്ലിപ്പർ കച്ച് കൂടി കിട്ടുന്ന കേട്ടോ. ഈ സ്ലിപ്പർ കച്ചിൻ്റെ കാര്യം മിക്കയിടത്തും പറയുന്നില്ല, പക്ഷേ ഞാൻ അഗ്രസീവായിട്ട് ഫ്രം ദ 5th gear to the 1st gear ഷിഫ്റ്റ് ചെയ്ത് റിയർ വീൽ ലോക്കിങ്ങിൽ ഒബ്വിയസ്ലി സ്ലിപ്പർ കച്ച് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ലച്ച് കുറച്ചുകൂടി ലൈറ്റർ ഫീലിംഗ് ആണ്, കുറച്ചുകൂടി ഹയർ സ്പീഡിൽ കിട്ടുന്നത്. അപ്പോൾ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് വണ്ടി പ്രൊവൈഡ്, ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് തോന്നുന്നുണ്ടോ ഇത് ഞാൻ പ്രോപ്പർലി ഒന്ന് ചെക്ക് ചെയ്ത് ബജാജിനെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഇനി പ്രോപ്പർ സ്ലിപ്പർ കച്ചാണ്. ഞാൻ ടെക്സ്റ്റ് ഷീറ്റ് നോക്കിയാൽ ജസ്റ്റ് എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹം വന്നപ്പോൾ ഞാൻ ഷോറൂമിൽ പോയി വണ്ടി എടുത്ത് ഓടിച്ചതാണ് കേട്ടോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. സ്റ്റിൽ എ ഗുഡ് മോട്ടോർ സൈക്കിൾ ഇൻ 2024. 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും RS ഇസ് വെരി ഗുഡ് കേട്ടോ. നിങ്ങൾ എന്തായാലും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെ. ഇപ്പോൾ എല്ലാവരും പറയും RC200 R15 V3 ബെറ്റർ എന്ന്. ബെറ്റർ ആസ് ഇൻ ഹാൻഡ്ലിങ്, യെസ് അവരാണ് ബെറ്റർ. പക്ഷേ നമ്മളെല്ലാവരും റേസ് ട്രാക്കിലെല്ലാം ഓടിക്കുന്നു, നമ്മൾ മിക്കവാറും റോഡിന് ഓടിക്കും. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ മച്ച് മോർ ഫോർഗീവിങ്, ലെസ് മെയിൻ്റനൻസ് കൂടിയാണ് കേട്ടോ ഈ വണ്ടിക്ക്. ഇത് നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ്. ഇത് ലീക്ക് ആയാലും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ലീക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർക്ക് ഫ്ലൂയിഡൊക്കെ നമ്മുടെ ബ്രേക്ക് റോട്ടിലൊക്കെ വീണാൽ നമുക്ക് ബ്രേക്ക് ഫീഡൊക്കെ സംഭവിക്കും. അതൊക്കെ ഭയങ്കര ഇഷ്യൂസൊക്കെ ക്രിയേറ്റ്. മാത്രമല്ല പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് കുറച്ചും കൂടി ഫോർഗീവിങ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾ മെയിൻ്റെനൻസ് കുറച്ച് മോശമാണെങ്കിലും എവറി ഡേ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടോർ സൈക്കിൾ നോക്കിയെടുക്കുക, വിച്ച് ഇസ് ലോ ഓൺ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും RS200 നല്ലൊരു ഓപ്ഷനാണ്. എങ്ങനെയുണ്ട് സാർ? സോ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.